ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് കിഡിലൻ ഈവനിങ് സ്നാക്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്നാക്സ്. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ പുറം വശം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉൾവശം നല്ലൊരു സോഫ്റ്റാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി നിങ്ങൾക്ക് ഇതിനെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിലായി കിട്ടണം. അപ്പോൾ അതാ ഇത്ര മതി, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു വലിയൊരു സവാളയാണ് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചെറുതായി മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ സ്നാക്സിന്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ്. അത് നല്ലപോലെ കുക്കാക്കിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതെല്ലാം തന്നെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടണം. നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ ആ ഒരു പലക എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഈ കുഴച്ച മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ദാ ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ കത്തിയിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കത്തിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് എടുത്ത് മാറ്റുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഇതിൽ തേച്ച് കൊടുത്ത കാരണം. ഇനി എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഈ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു സ്നാക്സിന്. ഒരു വശം നല്ലപോലെ കുക്കായതിൻ്റെ ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അരിപ്പൊടിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നല്ലപോലെ കുക്കാക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ എണ്ണ കുടിക്കും. മീഡിയത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അപ്പോൾ അത് ഒരു വശം ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു വശം നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറം വശം നല്ലൊരു ക്രിസ്പിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം വലിയൊരു പാനിലാണ് നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ടുള്ള സ്നാക്സ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ വൈകുന്നേരം ചായക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു പീസ് കഴിച്ചാൽ തന്നെ അവർക്കൊക്കെ വയറ് നിറയും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറം വശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ക്രിസ്പിയാണ്, ഉൾവശം നല്ലൊരു സോഫ്റ്റുമാണ്. അപ്പോൾ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.